ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം കേട്ടോ. കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് എത്ര വേണേലും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, മല്ലിയില അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, തേങ്ങ ചിരകിയത്. ഇനി ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം, 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ പത്രിക്കൊക്കെ പൊടി പാട്ടില്ല, അതുപോലെ തന്നെ ഞാൻ തിളച്ച വെള്ളം പാരുന്നു എന്ന് മാത്രം. നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പും വെള്ളം തികച്ചും വേണ്ടി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, തേങ്ങ ചിരകിയത്, സവാള, ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി കുറച്ചൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള കട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ല നമ്മൾ, ഇലയിൽ പരത്തി, അതുപോലെ വാഴൻ്റെ ഇലയിൽ പരത്തിയെടുക്കുക കേട്ടോ. ഓരോന്ന് വെള്ളത്തിൽ കൈ തൊടുക, എന്നാൽ പിന്നെ കയ്യിൽ ഒട്ടി പിടിക്കില്ല. ഇനി അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് ആ ഇലയോട് കൂടെ തന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഇല ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റിയിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിക്കട്ടെ. അത്യാവശ്യം മുരിങ്ങണം, ഇതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് 2 ഭാഗത്തും ഓരോ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. കറീൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് എത്ര വേണേലും കഴിക്കാം. ആ മല്ലിയിലയും കറിവേപ്പിലൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം കേട്ടോ. നല്ല അടിപൊളി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബായ്.